ഹായ്, ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ബൈക്കിന്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചാണ്. ഇപ്പൊ ജൂൺ മുതൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടനവധി മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. ഇന്നത്തെ റോഡ് ടെസ്റ്റ് നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണം, അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യണം, ഹാൻഡ് സിഗ്നൽ, ഇൻഡിക്കേറ്റർ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റോഡിന്റെ ടെസ്റ്റിൽ പാസ്സാവുള്ളൂ. ഇപ്പൊ നമ്മുടെ മാനന്തവാടി RTOസിന്റെ കീഴിൽ റോഡ് ടെസ്റ്റ് നടക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണോ നിങ്ങളുടെ RTOസിന്റെ കീഴിൽ ടെസ്റ്റ് നടക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. നമുക്കതൊന്ന് അറിയാൻ സാധിക്കും. നമുക്ക് ഫസ്റ്റ് നമുക്ക് കയറുന്നത് ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടായിരിക്കും റോഡിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്. റോട്ടിൽ നമ്മൾ വണ്ടി എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നു. അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡിക്കേറ്ററും ഹാൻഡ് സിഗ്നലും വേണം. പല കമ്പനികളും കാണുന്നുണ്ട് എന്തുകൊണ്ട് ഹാൻഡ് സിഗ്നൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അവരൊരു ടെസ്റ്റ് ഷീറ്റിൽ ഉള്ളതാണ് ഇൻഡിക്കേറ്ററും അതുപോലെ ഹാൻഡ് സിഗ്നലും ഇവിടെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ ആ ടെസ്റ്റ് ഷീറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ടെസ്റ്റ് നടത്തുന്നത്. നിങ്ങൾക്ക് ഇടത് സൈഡ് ചേരുന്ന വണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ഇടത് സൈഡിലോട്ട് വലത്തേക്ക് ഇറങ്ങുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നു. മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ എടുത്തു പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലായിരിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഗിയർ തന്നെ നിർത്തി എന്ത് ചെയ്യുന്നു? വീണ്ടും അവിടുന്ന് ഹാൻഡ് സിഗ്നൽ വലത്തേക്ക് കൈ കാണിച്ച് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ ആദ്യം റൈറ്റ് സൈഡ് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ റോഡ് മെയിൻ എൻട്രൻസ് ആണ്, നമ്മൾ ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇടത് സൈഡിലോട്ട് നമ്മൾ ഇറങ്ങുന്നു. പിന്നെ ഇടത് സൈഡ് ചേർന്ന് പോകണം. പിന്നെ തൊട്ടടുത്തായിട്ട് 2 ഡിവൈഡർ വെച്ചിട്ടുണ്ടാവും, ഒരു 50 മീറ്റർ. ആ ഒരു 50 മീറ്ററിൽ ഫസ്റ്റത്തെ ഡിവൈഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ട് റൈറ്റ് ആണ് ഇടേണ്ടത്. അവിടെ നിങ്ങൾ ഹാൻഡ് സിഗ്നൽ കാണിക്കണം. എന്നിട്ട് അടുത്ത ഡിവൈഡർ എത്തും. നിങ്ങൾ 95 ഡിഗ്രിയിലോട്ട് ചെരിഞ്ഞ് അടുത്ത ഡിവൈഡറിലോട്ട് ചേർത്ത് നിർത്തണം. ആ ഡിവൈഡറും കഴിഞ്ഞ് മുന്നോട്ട് പോയി നിൽക്കരുത്. അപ്പോൾ അതിന്റെ ബേക്കിൽ നിർത്തി ടയർ ആ ഡിവൈഡറിന്റെ ബേക്കിലായിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോകുന്ന പോക്കിൽ നിങ്ങൾ ഗിയറും ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ഗിയറും മാറണം. അതിനുശേഷം വണ്ടി അവിടെ നിർത്തി. ഇപ്പോൾ ഫോർത്ത് ഗിയറിലായിരിക്കും വണ്ടി പോകുന്നത്. നിങ്ങൾ നേരെ അത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. ഡൗണിലോട്ട് വന്ന് അവിടെ വണ്ടി നിർത്തി വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് U-ടേൺ തിരിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? വണ്ടി മുന്നോട്ട് വരുന്നു. പിന്നെ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുക, ഹാൻഡ് സിഗ്നൽ കാണിക്കണം. പിന്നെ ലെഫ്റ്റിലോട്ട് ഇതാണ് നമുക്ക് 2 ഹാൻഡ് സിഗ്നലാണ് വേണ്ടത്. നമ്മൾ ഇടത്ത് വശത്തേക്ക് തിരിയുന്നു അല്ലെങ്കിൽ റൈറ്റിലോട്ട് തിരിയുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റ് ഡ്രൈവർമാർ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിഗ്നൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഹാൻഡ് സിഗ്നലും കാണിച്ചു. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ തിരിയുന്ന ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഗിയറിന് ഡൗൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേർഡ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലോട്ട് വന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വണ്ടി കിട്ടുന്നത് ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തണം. ഇത്രയാണ് നമ്മുടെ മാനന്തവാടി RTOസിന് കീഴിൽ ടെസ്റ്റ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. വരുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് എടുക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി കിട്ടുമ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡിൽ ആയിരിക്കും വണ്ടി ഉണ്ടാകുന്നത്. സൈഡ് സ്റ്റാൻഡിൽ വണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? വണ്ടി കയറി ആദ്യം വണ്ടി കയറുന്നത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? സൈഡ് സ്റ്റാൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ട് ഇടണം. സൈഡ് സ്റ്റാൻഡ് മാറ്റി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇഗ്നിഷൻ ഓൺ ആക്കണം. താക്കോൽ ഓൺ ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി ന്യൂട്രലാണെങ്കിൽ ആ എന്ന് കത്തും. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡില് ആ ഒരു ബട്ടണാണ്. സ്റ്റാൻഡ് കെട്ടി അത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗിയർ ഓക്കെ. ഇനി ഫസ്റ്റ് റൈറ്റ് നമ്മൾ റൈറ്റിലോട്ടിട്ട് ഇൻഡിക്കേറ്റർ ഇതേപോലെ തന്നെ ഓൺ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഹാൻഡ് സിഗ്നൽ കാണിക്കണ്ട, ഇൻഡിക്കേറ്റർ ബ്രേക്ക് ഓൺ ആണ്. അതൊക്കെ നോക്കും. ഓക്കെ, ഇനി വണ്ടി എടുത്ത് പോവാം. ഏകദേശം ചേർന്ന് പോകണം. ഓക്കെ, സെക്കൻഡ് ഗിയർ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കേ. ഓക്കെ, നമ്മൾ ഇനി ഇൻഡിക്കേറ്റർ അവിടെ നിന്ന് ഓഫ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ വണ്ടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സൈഡ് നോക്കണം. ഇവിടെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഇനി റൈറ്റ് ഇട്ട് ഇപ്പൊ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലായിരിക്കും വണ്ടി വരുന്നത്. നമ്മൾ ഗിയർ എന്ത് ചെയ്യണം? ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ഗിയറിൽ ന്യൂട്രൽ വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയറിൽ ഇടുക. എന്നിട്ട് 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കുക. 2 സൈഡും ക്ലിയർ ആണ്. ഓക്കെ, ഈ വണ്ടി മുന്നോട്ട് പോയി. ഇനി ഇൻഡിക്കേറ്റർ ഓഫ് ആക്കേ. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ഹാൻഡ് കാണിച്ച് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വണ്ടി കറക്റ്റ് സെൻട്രൽ കൊണ്ടുപോയി നിർത്തി സെൻട്രൽ കൊണ്ടുപോയി നിർത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? അതുവരെ നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഇടാം. അത് U-ടേൺ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് മുന്നോട്ട് കറക്കുക ഹാൻഡ് സിഗ്നല്. എന്നിട്ട് പതുക്കെ മുമ്പിലോട്ട് പോയി
നമുക്ക് എവിടെയാണോ വണ്ടി കിട്ടിയത് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഗിയർ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നേരെ വണ്ടി ഇതേപോലെ തന്നെ അവിടെ കൊണ്ടുപോയി നിർത്തണം. അപ്പൊ ഇത്രയാണ് റോഡ് ടെസ്റ്റ് വരുന്നത്. നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂട്രലിലോട്ട് വന്ന് ഇൻഡിക്കേറ്റർ ഓഫാക്കി വണ്ടി ഇവിടെ നിർത്താവുന്നതാണ്. നമ്മൾ കയറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോഡിൽ നിർത്തി 2 ഡിവൈഡർ വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റത്തെ ഡിവൈഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ വണ്ടി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറിലായിരിക്കും വണ്ടി ഉണ്ടാവുന്നത്. നമ്മൾ മെയിൻ റോഡിൽ നിർത്തി കഴിഞ്ഞ ശേഷം നിങ്ങൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ വണ്ടി നിർത്തി ഫസ്റ്റ് ഗിയറിലോട്ട് ന്യൂട്രൽ വന്നിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് വന്നാൽ മതി. വീണ്ടും നിങ്ങൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. നമ്മൾ എടുത്ത് മുന്നോട്ട് പോയി അത് ഓഫാക്കി പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ് അവിടെ നിർത്തി കഴിയുമ്പം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം വലതുവശത്തേക്ക്. എന്നിട്ട് വലതുവശത്തേക്ക് വീണ്ടും നിങ്ങൾ എന്തിനാ ഹാൻഡ് സിഗ്നൽ കാണിക്കണം. എന്നിട്ട് 2 സൈഡിൽ നിങ്ങൾ വണ്ടി വരുന്നുണ്ടോ നോക്കുക. വണ്ടി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം എടുത്ത് മുന്നോട്ട് പോകാം. മുന്നോട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം വണ്ടി ഉണ്ടാവുന്നത്. പിന്നെ ആദ്യത്തെ ഡിവൈഡറിൽ നമ്മൾ അന്നേരം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ നമ്മൾ വലതുവശത്തേക്ക് ഒടിഞ്ഞു, ആ ഇൻഡിക്കേറ്റർ അന്നേരം തന്നെ ഓഫാക്കുക. ഓഫാക്കി വണ്ടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റത്തെ ഡിവൈഡറിൽ കുറച്ചൊരു മീറ്റർ അകലം ഉണ്ടാവും. നമ്മൾ കയറി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഗിയർ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ സെക്കൻഡ് ഗിയറിലോട്ട് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഇടാം. ഇട സൈഡിൽ എത്തി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ ഇട്ടു. വീണ്ടും നിങ്ങൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്ററും കാണിക്കണം. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഹാൻഡ് സിഗ്നൽ കാണിച്ചോ. അപ്പോൾ 2 പിന്നെ ഇതും വേണം, ഹാൻഡ് സിഗ്നലും വേണം, ഇൻഡിക്കേറ്ററും വേണം. പിന്നെ വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ് തേർഡ് ഗിയർ ഇടണം. തേർഡ് ഗിയർ ഇട്ട് രണ്ടാമത്തെ ഡിവൈഡർ എന്നിട്ട് ആ തൊട്ട് മുമ്പിത്തെ ഡിവൈഡറിന്റെ ബേക്കിൽ വണ്ടി കൊണ്ട് നിർത്തുക. അവിടെ അന്നേരം തേർഡ് ഗിയറോ ഫോർത്ത് ഗിയറിലായിരിക്കും വണ്ടി ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. തേർഡ് വന്നു, അതിന്റെ സെക്കൻഡ് ഗിയർ വന്നു, ഫസ്റ്റ് ഗിയർ വന്നു, ന്യൂട്രൽ വന്നു. അത് കഴിഞ്ഞിട്ട് ആ വലതുവശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ വീണ്ടും ഇടണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് യു ടേൺ തിരിയുക. യു ടേൺ തിരിഞ്ഞ ശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ. എന്നിട്ട് നേരെ വണ്ടി മുന്നോട്ട് വരിക. ആ മുന്നോട്ട് വരുന്ന ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇടതുവശത്തെ ചേർന്നിട്ടായിരിക്കണം വണ്ടി വരേണ്ടത്. സെക്കൻഡ് ഗിയർ ഇടുന്നു, തേർഡ് ഗിയർ ഇടുന്നു. ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ തിരിക്കുന്നത്. തേർഡ് ഗിയർ ഇടുന്നു, വണ്ടി മുന്നോട്ട് വരുന്നു. പിന്നെ നമ്മൾ റൈറ്റ് കാണിച്ച ആ ഡിവൈഡർ എത്തും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് കൈ ഇങ്ങനെ മുന്നോട്ട് കറക്കുന്നു, ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. എന്നിട്ട് ഇടതുവശം ചേർന്ന് വരിക. പിന്നെ വണ്ടി ആ പോക്കറ്റ് റോഡിലൂടെ ഇറങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. അന്നേരം ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് പതുക്കെ റോഡ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. ഇറങ്ങി വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ന്യൂട്രലിലോട്ട് വന്ന് വണ്ടി ഇഗ്നീഷൻ ഓൺ ആയിരിക്കും. ഇഗ്നീഷൻ ഓഫാക്കി സൈഡ് സ്റ്റാൻഡ് ചെയ്ത് വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. ഗിയർ ചേഞ്ച് ഉണ്ടാവണം. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഇൻഡിക്കേറ്റർ ഇടണം, ഹാൻഡ് സിഗ്നൽ ഇടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ 100% ഞാൻ പറയുന്നു നിങ്ങൾ റോഡിൻ്റെ ടെസ്റ്റിൽ, ബൈക്കിൻ്റെ റോഡിൻ്റെ ടെസ്റ്റിൽ പാസ്സാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. റോഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഒട്ടനവധി പേര് ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് ഫെയിലായി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടീസും അതുപോലെ തന്നെ റോട്ടിൽ ആ പേടിയും മാറാത്തതുണ്ട്. പിന്നെ പരമാവധി നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് കൂളായിട്ട് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇത്. അപ്പോൾ ബൈക്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കാലിലാണ് ഗിയർ, കയ്യിലും അതൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി.